നമസ്കാരം. വേദാന്ത വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷ്മി നാരായണ യോഗ പൂജയിലേക്ക് അതിനു വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുന്നവരെല്ലാവരും ശാന്തരായിരിക്കുക. നിങ്ങൾക്കുള്ള മെസ്സേജുകൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കൊണ്ടാണ് ഡിലേ ആകുന്നത്. പക്ഷെ നിങ്ങളെ ആരെയും ഒഴിവാക്കുന്നതല്ല. അപ്പോൾ പൂജയിൽ പങ്കെടുക്കുവാൻ താല്പര്യം അറിയിച്ച എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. പഞ്ചുരുളി ദേവി അല്ലെങ്കിൽ വരാഹി ദേവിയുടെ വളരെ ശക്തിമത്തായ ഒരു നമ്പറാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. 1212 എന്ന നമ്പറിന്റെ എല്ലാം മഹാത്മ്യം നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ അതിനൊക്കെ തന്നെ ഇരട്ടിയിലധികം പവറുള്ള വരാഹി അമ്മയുടെ ഒരു നമ്പറാണ് ഈ 808 എന്ന നമ്പർ. ഈ നമ്പർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു മേഖലയിലാണെങ്കിലും തടസ്സങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ കൈവെക്കുന്ന എല്ലാ മേഖലകളിലും വിജയിക്കണം എന്ന് താല്പര്യമുള്ളവർക്കും ഈ നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. പലപ്പോഴും നിങ്ങളുടെ കയ്യിലെ പേപ്പർ വർക്കുകളൊക്കെ തന്നെ ശരിയായിട്ടും ലോൺ കിട്ടുവാൻ താമസിക്കുന്നതായിരിക്കാം. വിദ്യയിൽ മന്ദതയുള്ളവരായിരിക്കാം. ഒരുപാട് നാളുകളായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കാം. നല്ല ഒരു ജോലി ലഭിക്കുവാനായിട്ട് നോക്കുന്നവരായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഓഫീസിലേക്ക് പോവുകയോ ഒരു പേപ്പർ വർക്ക് ചെയ്യുവാൻ പോവുകയോ ചെയ്യുമ്പം നിങ്ങളുടെ കയ്യിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നമ്പറാണിത്. അത്ര പവർഫുൾ ആയ ഒരു നമ്പറാണ്. ഇത് എഴുതുന്നവരെ സൂക്ഷിക്കുക. അത്രയ്ക്ക് വലിയ ഫലമുള്ളത് കൊണ്ട് തന്നെ ഇത് എഴുതുന്നതിന് മുമ്പ് നല്ല ശുദ്ധമായ ചിന്തകളായിരിക്കണം. അതായത് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചിന്തകൾ വെച്ചുകൊണ്ട് ഇത് ചെയ്യരുത്. അതിന് തിരിച്ചടി വരുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു നമ്പർ എഴുതുന്നത് നമ്മൾ രാത്രിയിലാണ്. രാത്രി ഒരു 11-12 മണി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഇടത്തെ കൈയിലെ മോതിരവിരലിലാണ് ഈ നമ്പർ എഴുതേണ്ടത്. മോതിരവിരൽ എന്ന് പറയുന്നത് സൂര്യനാഡിയുമായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ സൂര്യനെയും വീനസുമായിട്ടും ഒക്കെ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിംഗർ ആണ് ഈ മോതിരവിരൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മിക്കവാറുള്ള നമ്പറുകളൊക്കെ തന്നെ മോതിരവിരലിൽ എഴുതുന്നതും നമ്മൾ കുങ്കുമം ചാർത്തുമ്പോഴൊക്കെ തന്നെ വലത്തെ കൈയുടെ മോതിരവിരൽ ഉപയോഗിക്കുവാൻ പറയുന്നതൊക്കെ തന്നെ. ഇപ്പോൾ രാത്രിയിൽ ഒരു പച്ചമഷിയാണ് വേണ്ടുന്നത്. രാത്രിയിൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എന്താണ്, ഇപ്പൊ നാളെ നിങ്ങൾ ഒരു ഓഫീസിലേക്ക് ഒരു പേപ്പർ വർക്കുമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം തടസ്സമില്ലാതെ തന്നെ നടന്നു കിട്ടുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മോതിരവിരലില് 808 എന്ന നമ്പർ എഴുതുക. അത് എഴുതുന്നതിന് മുന്നായിട്ട് നിങ്ങളുടെ തള്ളവിരൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഒരു മോതിരവിരലിനെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുക. അത് അതേ കൈയുടെ, അതായത് ഇടത്തെ കൈയുടെ മോതിരവിരലിനെ ഇടത്തെ കൈയുടെ തള്ളവിരൽ കൊണ്ട് തന്നെ ഒന്ന് മസാജ് ചെയ്യുക. ഇങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ ഈ ആഗ്രഹം നല്ലതുപോലെ ആലോചിക്കേണ്ടത്. നിങ്ങൾ ആ പോകുന്ന കാര്യം എന്താണോ ആ കാര്യം നല്ലതുപോലെ നടന്നു കിട്ടുവാനായിട്ട് നല്ലതുപോലെ ആഗ്രഹിക്കുക, അമ്മയോട് പ്രാർത്ഥിക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഗ്രീൻ കളറിലുള്ള മഷി വെച്ചിട്ട് മോതിരവിരലിന് 808 എന്ന നമ്പർ എഴുതുക. ഈ നമ്പർ എഴുതിയതിനു ശേഷം കൈവിരലുകളൊക്കെ ചേർത്ത് മടക്കി പിടിച്ച് ചുരുട്ടി പിടിച്ചതിന് ശേഷം നിങ്ങളെ നെഞ്ചോട് ചേർത്ത് കൈവച്ചതിന് ശേഷം അമ്മയോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹം എന്താണോ എന്നുള്ളത് പ്രാർത്ഥിക്കുക. അതൊരു 5-10 മിനിറ്റ് എങ്കിലും നിങ്ങൾ ആ ഒരു രീതിയിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. കാരണം ആ ഒരു നമ്പറിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മയോട് പറയുക, അമ്മേ, എൻ്റെ ഈ കയ്യിൽ എഴുതിയിരിക്കുന്ന അമ്മയുടെ നമ്പറിലേക്ക് അമ്മയുടെ ആ ഒരു ശക്തി അല്ലെങ്കിൽ അമ്മയുടെ ആ ഒരു അനുഗ്രഹം തരണമേ, ഞാൻ നാളെ പോകുന്ന കാര്യം അമ്മയായിട്ട് നടത്തി തരണമേ എന്നുള്ള കാര്യം പറഞ്ഞ് ആ നമ്പറിനെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുക. അതിന് അമ്മയോട് നിങ്ങൾ അപേക്ഷിച്ചാൽ മാത്രമേ ആ നമ്പർ വെറുതെ എവിടെ എഴുതിയിട്ടാലും വെറുതെ എഴുതിയിട്ട് കഴിഞ്ഞാൽ അതിനൊരു ഫലമില്ല. 1 മുതൽ 0 വരെയുള്ള നമ്പർ, 1 മുതൽ 10, അതായത് 9 വരെയുള്ള നമ്പറുകൾ എവിടെ വേണേലും നമുക്ക് എഴുതിയിടാം. പക്ഷെ അങ്ങനെ വെറുതെ എഴുതിയിരുന്നത് കൊണ്ടിട്ട് അതിനൊരു ഫലം വരില്ല, അല്ലെങ്കിൽ അതിനൊരു പവർ വരില്ല. പവർ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉടമ ആരാണോ, അതായത് അമ്മയോട് നിങ്ങൾ അപേക്ഷിച്ച് അമ്മയെ കൊണ്ട് ആ ഒരു നമ്പറിനെ പവർ വരുത്തിച്ചിട്ട് വേണം നിങ്ങൾ പോകുവാനായിട്ട്. അത് മാഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല. അത് ആ കയ്യിൽ അതിൻ്റെ ഒരു പവർ അവിടെ തന്നെ കിടക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നവരാണെങ്കിലും നിങ്ങൾ എന്തൊരു കാര്യത്തിന് പോകുന്നവരാണെങ്കിലും കയ്യിൽ എഴുതിയിടുന്നത് പോലെ തന്നെ ഒരു പേപ്പറിലും നിങ്ങൾക്ക് എഴുതി നിങ്ങളുടെ കയ്യിൽ വെക്കാവുന്നതാണ്, പേഴ്സിൽ വെക്കാവുന്നതാണ്. 808 എന്ന് പച്ച മഷി കൊണ്ട് തന്നെ എഴുതി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വെക്കാവുന്നതാണ്. ഈ ഒരു വിദ്യ പരീക്ഷിച്ച് ഒരുപാട് പേർക്ക് അവരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. അത് എൻ്റെ കൺസൾട്ടേഷന് വരുന്ന പലർക്കും ഞാനിത് പറഞ്ഞു കൊടുക്കുന്ന ഒരു നമ്പറാണ്. ഇത് അമ്മയുടെ വളരെ വിശേഷപ്പെട്ട ഒരു നമ്പറാണ്. അമ്മയുടെ ഒരുപാട് നമ്പറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്പറാണിത്. അതുപോലെ തന്നെ ഈ നമ്പർ വെച്ച് നിങ്ങൾക്ക് മെഡിറ്റേഷനും ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ ഒരാവശ്യത്തിന് പോകുന്നവരല്ല, നിങ്ങൾക്ക് ഒരു ഇച്ചിരി വലിയൊരു ആഗ്രഹമാണ്, കുറച്ച് നാളെ എടുക്കുന്ന ഒരു ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക്, 3 ദിവസത്തേക്ക്, 7, 9, 11, 21, 27 അങ്ങനെയുള്ള ഏതെങ്കിലും കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഈ നമ്പർ കയ്യിൽ എഴുതി മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ആ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് കയ്യിൽ എഴുതിയതിനു ശേഷം അമ്മയെ കണ്ണടച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അങ്ങനെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിനെ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത് ഒരു വട്ടം ഉപയോഗിച്ചാൽ തന്നെ ഒരുപാട് ഫലങ്ങൾ ഉണ്ടാവുന്നതാണ്, മാറ്റങ്ങൾ വരുന്നതാണ് നിങ്ങൾക്ക്. അങ്ങനെ ഈ 2 വിധത്തിലും നിങ്ങൾക്ക് ഈ നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ നമ്പർ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ ഫലം എന്താണെന്ന് വന്ന് കമന്റിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. കാരണം നമുക്ക് ഒരുപാട് വ്യൂസ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള എല്ലാ ഫലങ്ങളും, അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓൺലി സർവീസസ് ഒക്കെ ലഭിക്കുകയുള്ളൂ. അതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. കൺസൾട്ടേഷന് താല്പര്യമുള്ളവരും അതല്ല ലക്ഷ്മി നാരായണ യോഗ പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. കോള് ലഭ്യമല്ല, ആ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും അമ്മ നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.